അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സും കൂടെ വന്നാലേ ഈ കോളം തികയുള്ളൂ. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദി എൻറ്റയർ ഫാമിലി ഓൺ സ്റ്റേജ്. കോക്ടെയിൽ ഫാമിലിയുടെ ഫാമിലി മെമ്പേഴ്സ് പ്ലീസ് കം ഫോർവേഡ്. I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession. I will not stop, no, I'm never second guessing. I got a God complex. Haters love to hate, but I never. Hi, Zurajara. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു നിമിഷം, ദി സ്റ്റാർ ഓഫ് ദി ഡേ ഈസ് ഹിയർ. ശരിക്കും നമ്മുടെ മലയാള സിനിമയിലെ ഹാർഡ് വർക്കിന്റെ ഏറ്റവും വലിയൊരു പര്യായം എന്ന് വേണം പറയാനായിട്ട്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു, മലയാള സിനിമയിലേക്ക് ഒട്ടനവധി കഥാപാത്രങ്ങൾ തന്റേതായിട്ട് ക്യാരക്ടർ റോൾസ് ചെയ്ത് നായകനായി നാഷണൽ അവാർഡിന്റെ നിറവിൽ. യെസ്, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം സുരാജ് വെഞ്ഞാറമൂട്. തന്റേതായ ഹാസ്യശൈലിയിലൂടെ മലയാള സിനിമയിൽ തിളങ്ങി ക്യാരക്ടർ റോളുകളിലൂടെ നായകനിരയിലേക്ക് ഉയർന്നത്. ഏത് കഥാപാത്രവും സുരാജ് വെഞ്ഞാറമൂടിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് മലയാള സിനിമ പറഞ്ഞു തുടങ്ങിയിട്ട് നാളുകളേറെയായി. നാഷണൽ അവാർഡിന്റെ തിളക്കത്തോടെ ക്യാരക്ടറിൽ നിന്നും ക്യാരക്ടറിലേക്ക് പരകായ പ്രവേശനം നടത്തുന്ന മിമിക്രിക്കാരനായ ആ സിനിമാക്കാരനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സുരാജ് വെഞ്ഞാറമൂട് മസ്കറ്റ് മെഗാ ഷോ 2023. മിമിക്രിക്കാരനായ ആ സിനിമാക്കാരന്റെ മസ്കറ്റിന്റെ മുന്നിൽ നമ്മുടെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂട്. ശരിക്കും എല്ലാവരുടെയും ആ ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ ആണ് ചേട്ടൻ വന്നപ്പോ. സോ എന്തൊക്കെയാണ് മസ്കറ്റിനോട് എന്താ പറയാനില്ലേ? എല്ലാവർക്കും നമസ്കാരം. ചായ വെള്ളങ്ങളൊക്കെ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കുന്നത് നല്ല തണുപ്പാണ്. ഓക്കെ അല്ലേ? ശരി, അപ്പോ ഈ 2023 സുരാജേട്ടന്റെ ഒരു കിടക്കൻ പെർഫോമൻസ് നമ്മൾ കാണാൻ പോകുമ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുക്കുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ 2023 നമ്മൾ നിർത്തിയൊരു ശീലം, നമ്മൾ തുടങ്ങിയൊരു ശീലം? ഞാൻ നല്ല കുട്ടിയല്ലേ, എനിക്ക് എന്ത് മോശം ശീലം? റെസൊല്യൂഷൻ ഒന്നും ഞാൻ എടുക്കേണ്ട കാര്യം, ഞാൻ നല്ലവനാണ്. അവരവരങ്ങനെ തന്നെ വിചാരിക്കുക. ഈ ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെ എപ്പോഴും സഹായിക്കണം. ഭയങ്കര തണുപ്പൊരു കട്ടൻ കാപ്പി കുടിക്കാനുള്ള ഒരു ആഗ്രഹം. ഓൾറൗണ്ടർ ആണല്ലോ, ആങ്കറിംഗിന് ആങ്കറിംഗ്, അഭിനയത്തിന് അഭിനയം, നാഷണൽ അവാർഡ് ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് വരട്ടെ. ഒന്ന് സ്റ്റേജ് 2 മിനിറ്റ്. ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷമുണ്ട്. കുറെ കാലത്തിന് ശേഷമാണ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഇത്രയും ഒരു ജനസമുദ്രം ഇവിടെ എത്തിയതിന് കുറെ കാലമായി ഞാൻ ഈ ജനസമുദ്രത്തേക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ തണുപ്പത്ത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മസ്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഈ GCC കൺട്രീസിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പല മുക്കും മൂലയിലൊക്കെ പോയിട്ടുണ്ട്, പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത്രയും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഒമാനാണ്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. എൻ്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ പ്രൊഡ്യൂസർ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി നിങ്ങൾ കണ്ടായിരിക്കും, അതിൻ്റെ നന്ദേട്ടൻ ഇവിടെ ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ്. അതിനേക്കാൾ അപ്പുറം ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ, ഈശ്വരൻ കനിഞ്ഞരളി നൽകിയിരിക്കുന്ന സ്ഥലമാണ്. എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുക്കും മൂലയും ഒക്കെ സഞ്ചരിച്ച് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒമാനിൽ മാത്രം നിൽക്കുന്ന, ഈ ടൗണിൽ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കാശും കൊടുത്ത് വെറുതെ വണ്ടിക്കൂലി മുടക്കി യൂറോപ്പിലൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. ഈ സിറ്റി വിട്ട് ഇതിന്റെ ഔട്ടറിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കൂ. എന്ത് മനോഹരമാണെന്നറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അത്രയും സ്നേഹമുള്ള മനുഷ്യർ. ഇപ്പൊ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ട്രാഫിക് കൊണ്ട് നിൽക്കാനും പറ്റില്ല. കേരളം അതിന്റെ അപ്പുറത്തെ ട്രാഫിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ
ഒമാനിൽ എന്താ ശാന്ത സുന്ദരം, ഒരു ട്രാഫിക്കും ഇല്ല, വളരെ ക്ലീൻ ആണ്, ഇവിടുത്തെ മനുഷ്യരും നല്ലവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയെങ്കിലും വരാതിരിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഒമാൻ എന്ന് കേട്ടപ്പോ ഞാൻ നേരെ ചാടി വന്നു. എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് ഒമാൻ. എല്ലാവർക്കും നന്ദി. ഞാൻ ഒമാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നെന്ന് പറഞ്ഞപ്പോ ആ ചേച്ചി ചേട്ടനോട് പറയുന്ന ഞാൻ കേട്ടു. പിന്നെ നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ വന്നത്, നല്ല കാശ് മേടിച്ചിട്ടല്ലേടാ അല്ലേ? കറക്റ്റാണ്, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. കുറച്ച് കാശ് എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അതിൽ 1 രൂപ പോലും ഞാൻ എടുക്കുന്നില്ല. അതെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു ഭവന സംരക്ഷണ പദ്ധതിക്ക് വേണ്ടി. താങ്ക് യു. ഇങ്ങനെ ഒരുപാട് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ചു വിടരുത്. എന്റെ ഭവനം സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി കേട്ടോ. കാര്യം വെച്ചാൽ ഫ്ലാറ്റിലാണ് ഞാൻ ജീവിക്കുന്ന, ഒരു വീട് വെക്കണം. അപ്പോൾ ഇതുപോലുള്ള കൈയടി പ്രോത്സാഹനങ്ങളൊക്കെ വേണം. എന്റെ സിനിമകൾ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. ഇനിയിപ്പോ പലരും ചോദിച്ചു സുരാജ് ഭയങ്കര സീരിയസ് ആയി. ഇല്ല, സീരിയസ് ഒന്നുമല്ല. ഇനി ഇറങ്ങാൻ ഇരിക്കുന്ന പടങ്ങളെല്ലാം ഹ്യൂമർ പടങ്ങളാണ്. ഈ 10-ാം തീയതി, ഫെബ്രുവരി 10-ാം തീയതി ഒരു സിനിമ റിലീസാകുന്നുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ എല്ലാവരും കാണുക. എങ്കിലും ചന്ദ്രിക എന്നാണ് സിനിമയുടെ പേര്. നമുക്കറിയാം നമ്മുടെ കരിക്ക് എന്ന് പറയുന്ന പരിപാടിയൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ. കരിക്ക് ഫ്ലിക്കിന്റെ സംവിധായകൻ ആദർശാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാണുക. ബേസിൽ ജോസഫും ഞാനും നമ്മളെല്ലാവരും കൂടെ, സൈജു കുറുപ്പ് എല്ലാവരും കൂടെ ഉള്ള ഒരു സിനിമയാണ്, കാണുക. ഇനി അതിലോട്ട് കടക്കുന്നില്ല. പിന്നെ എന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. ഈ രൂപം കാണുന്ന പോലെയൊന്നുമല്ല, 3 മക്കളുടെ അച്ഛനാണ്. കയ്യടി അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ മൂത്തയാള് കാശിനാഥ് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആള് ജനിച്ചപ്പോഴാണ് എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അങ്ങനെ ഇരുന്നപ്പോ 2ാമത് മകൻ ജനിച്ചു, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആളുടെ പേര് വസുദേവ്. ആള് ജനിച്ചപ്പോ 2ാമത്തെ സംസ്ഥാന അവാർഡ് കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പരിപാടി കൊള്ളാലോ. അങ്ങനെ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ശ്രമിച്ചു. ഈശ്വരൻ എനിക്കൊരു മകളെ തന്നു, ഹൃദ്യ. ഇപ്പോ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആള് ജനിച്ചപ്പോ എനിക്ക് സംസ്ഥാന അവാർഡും കിട്ടി, നാഷണൽ അവാർഡും കിട്ടി. ഇനി ഓസ്കാർ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓസ്കാർ കിട്ടുമെങ്കിൽ 4ാമത്തേതിന് ഞാൻ റെഡിയാണ്. അതിന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മാത്രം മതി, സഹകരണം വേണ്ട. അപ്പോ എന്തായാലും ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സിനിമാ താരം മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയത്തിലെയും കേട്ട് കാണും. അപ്പൊ എന്തായാലും നിങ്ങൾ നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഓരോരുത്തരെയായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. റെഡിയാണോ? ഈ തണുപ്പത്ത് ഇടയ്ക്കിടയ്ക്ക് കയ്യൊക്കെ അടിക്കുന്നത് നല്ല കേട്ടോ, നല്ല ചൂടായിരിക്കട്ടെ. ബാക്കി എല്ലാവരും നല്ല ചൂടിലാണല്ലോ, എനിക്കറിയാം. ഓക്കെ, ലവ് യു ബ്രദർ. ആദ്യമായിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട അദ്ദേഹമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി. അതന്നെ പറയും, ഉമ്മൻചാണ്ടി സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് പഠിക്കാൻ വളരെ ഈസിയാണ്. അതായത് ആടിന്റെ ശബ്ദം അറിയാലോ, ഒന്ന് ഒച്ചയുണ്ടാക്കി ആട് മതി. എല്ലാവർക്കും ഉമ്മൻചാണ്ടി സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാം. കുട്ടനാടിന്റെ ശബ്ദം അവിടെ അതങ്ങനെയല്ല, അതല്ല, ശ്രദ്ധിച്ചോ. അതായത് പെണ്ണാട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുട്ടനാട് ഇങ്ങോട്ട് വരുമ്പോ പെണ്ണാട് അതുവഴി പോകണമെങ്കിൽ അതാണ് അത് പിടിച്ച കറക്റ്റ് മുൻമുഖ്യന്റെ ശബ്ദം. ശരിക്കും പറഞ്ഞാല് ഈ അടുത്തിടെ പൂമരം എന്ന സിനിമയിലെ പാട്ട് ഞാൻ കേട്ടു. അത് കേട്ടപ്പോ നമ്മുടെ രാഷ്ട്രീയ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന പാട്ടാണ്. ഞാനും എൻ്റെ ആളും 40 പേരും ശിഷ്യന്മാരും ചേർന്ന് പൂമരം കൊണ്ട് ഒരു കപ്പലുണ്ടാക്കി. ആ
കപ്പലിലാണ് സോളാറുമായിട്ട് ഒരു കുപ്പായക്കാരി വന്നിറങ്ങിയത്. പങ്കായം പൊക്കി ഞാൻ ഒന്ന് നോക്കി, അവൾ എന്നെയും നോക്കി, പിന്നെ എൻ്റെ കൂടെ ഉള്ളവരെ പലരും പലവട്ടം ചെന്ന് നോക്കി. നമ്മുടെ അവസ്ഥ ഇതാണ്. നമ്മുടെ പാർട്ടിക്ക് IAS കിട്ടിയ വിവരം, കോൺഗ്രസിന് IAS കിട്ടിയ വിവരം സന്തോഷത്തോടെ അറിയിക്കുക. I ഗ്രൂപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, A ഗ്രൂപ്പ് അതും ഉണ്ടായിരുന്നു. ഇപ്പൊ സുധാകരനും VD സതീശനും കൂടെ ചേർന്ന് S കൂടെ ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് IAS കിട്ടി. താങ്ക് യു. ഇതിൽ നിന്ന് ഒരു അല്പം മാറിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഒരാളുടെ ശബ്ദത്തിലേക്ക് വരാം. ആരാന്നറിയോ? ഒരു സാമുദായിക നേതാവാണ്, SNDPയുടെ സമ്മന്നതനായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ സാർ. ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. പതിയെ പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. TV-യുടെ കുഴപ്പമാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടാ. ജോയ് മാത്യു അറിയാലോ, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, ആക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ശബ്ദം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം, കറക്റ്റ് ആണെങ്കിൽ. കാരണം എന്റെ ശബ്ദം ഇതാണ്. അതിലേക്ക് പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുമരകരപ്പള്ളിക്കാരി പാലൂറ്റക്കാർ പള്ളി കുളിക്കണോ, ബാൻഡ് പിരിച്ചു വിടണോ, സോളമനെ ഷോസിലേക്ക് കെട്ടിച്ചു കൊടുക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഞാൻ തന്നെയായിരിക്കും. ഫാദർ വിൻസെന്റ് മട്ടോളി കുരിശുക്കരുന്ന് മരിച്ച കർത്താവ് യേശു ക്രിസ്തുവല്ലേ, അല്ലാതെ ഫാദർ വിൻസെന്റ് മട്ടോളിയല്ലോ. അപ്പൊ പിന്നെ ഇനി കാൽവരിയിലേക്ക് പോകണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ഫാദർ വിൻസെന്റ് മട്ടോളി? താങ്ക് യു. ഇനി പഠിക്കാം കേട്ടാ. എന്താ വരാം ഇല്ല പറയാനുണ്ട്. ഏതാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലാലോ. ഇനി മമ്മൂക്ക ഫാൻസ് ഒന്ന് കൈയടിച്ചേ. ലാലേട്ടൻ ഫാൻസ്, ഇത് ഞാൻ പറയും മമ്മൂക്കയോട് ഇത് ഞാൻ പറഞ്ഞിരിക്കും. അപ്പോ മമ്മൂക്ക ഫാൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ബിഗ് ബി എന്ന ചിത്രത്തിലെ ഒരു 4 ഡയലോഗ് പഠിക്കേണ്ട വിധമൊക്കെ അറിയാലോ. ഇടയ്ക്ക് ഒരു ഇഷ്ടികയൊക്കെ വെച്ചിട്ട് പോകുന്ന നേരത്തെ ബാപ്പാക്ക് പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിന് ദുബായിക്ക് പോകുന്നുള്ളതാ. കൊച്ചി വിളയും കൊച്ചിയല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഇനി നമ്മുടെ ലാലേട്ടൻ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഡയലോഗ് മറ്റേ അതൊന്ന് ഇട്ടേക്ക്, ഭയങ്കര രസമായിരിക്കും. എനിക്കൊരു സുഖത്തിന് കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു വേനൽ പകലിൽ കാളിയാർ ഗർജിച്ചു. മിയ ഡാൻസിന്റെ കാളിയാർ, ഖരാനകളുടെ കാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ, ചെവി ഓർക്കാൻ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മറയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ കൃത്യം പറഞ്ഞു. ഒരു തന്റെ ഓട്ട് കേശിൽ എന്തുണ്ട്? സബ്നോങ്കി സിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹൈ. സുരേഷ് ഏട്ടനെ പഠിക്കാൻ വളരെ ഈസിയാണ്. മമ്മൂക്കയും ലാലേട്ടനെ അറിയാമെങ്കിൽ ഈസി ആയിട്ട് സുരേഷ് ഏട്ടനെ പഠിക്കാം അല്ലേ? കാര്യം ആക്ഷൻ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഇത് മമ്മൂക്ക, ലാലേട്ടൻ അറിയാലോ, ഇതൊന്ന് മാറ്റി പിടിച്ചാൽ മതി. ആക്ഷൻ ഇടയ്ക്ക് 25 കിലോ ചാണകം കൂടെ കൊണ്ടിട്ടിട്ട് ആഞ്ഞ് ചവിട്ടിയാൽ കറക്റ്റ് ആക്ഷൻ കിട്ടുക.
ഇനി എന്ത് ചോദിച്ചാലും വേണ്ടാന്നും കൂടെ പറയണം. ഈ ഒമാൻ എനിക്ക് വേണം. ഈ ഒമാൻ നിങ്ങൾ എനിക്ക് തരണം. ഈ ഒമാൻ ഞാനിങ്ങ് എടുക്കുക. താങ്ക് യു. ഇനി എനിക്ക് അഭിനയ ചക്രവർത്തിമാർ ഒരുപാടുണ്ട്. എന്നാലും എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞു പോയി. നമ്മുടെ തിലകൻ ചേട്ടൻ. തിലകൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കാരണം അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയാണ് ഇന്ത്യൻ ഉറുപ്പി എന്ന് പറയുന്ന സിനിമ. അതില് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ആ മനസ്സെന്നൊക്കെ. റെഡി? ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം? വിശന്ന് വരഞ്ഞു കയറുമെന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറ് നിറച്ച ആഹാരം തരം കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ, അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്നേഹിതം. ആ മനസ്സ് ശരിക്കും ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. വിശന്ന് വലഞ്ഞു കയറുമെന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ വയറ് നിറച്ച ആഹാരം തരം കാണിച്ച പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ, അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്നേഹിതം. താങ്ക് യു വെരി മച്ച്. ഇനിയും വരും. താങ്ക് യു. നിങ്ങൾ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ശരിക്കും റിയൽ മമ്മൂക്കയുടെയും ലാലേട്ടന്റെ സ്വഭാവം എന്താണ്? ഇവര് സിനിമയിൽ കാണുന്നത് പോലെ, സിനിമയിൽ കാണുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, പക്ഷെ നേരിട്ട് എങ്ങനെയാണ് ഇവരുടെ സ്വഭാവം? ഞാൻ ശരിക്കും ഈ ഒരു ഐഡിയ എനിക്ക് തന്നത് ആ ചേച്ചിക്ക് നല്ലൊരു കൈയടി കൊടുക്കുമ്പോൾ നമ്മുടെ കൽപ്പന ചേച്ചിയാണ്. ഇന്ന് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അവര്. നമുക്ക് തീരാ നഷ്ടമാണ്. കൽപ്പന ചേച്ചി ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് എനിക്കൊരു ഐഡിയ പാസ് ചെയ്തതാണ്. സുരാജ്, മമ്മൂക്കയും ലാലേട്ടന്റെയും റിയൽ അല്ല റിയൽ ലൈഫ് ഇല്ലെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഐഡിയ കോൺസെപ്റ്റ് തന്നത് ചേച്ചിയാണ്. അവരെ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ ഐറ്റം ഇവിടെ അവതരിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരാൾ വേണം. ഇവിടുന്ന് വരും. എനിക്ക് മേളിൽ നിന്ന് എൻ്റെ അളിയന്മാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും വിളിക്കണമെന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേനും പ്രോഗ്രാം കഴിയും. അതുകൊണ്ടാണ്. അപ്പൊ ഫ്രണ്ടിലിരിക്കുന്ന ആരെങ്കിലും എന്നോട് ചോദിക്കണം. ഞാൻ ഓരോന്ന് ചോദിക്കണം. എന്റെ പൊന്നു മക്കളെ, ഈ ട്രോഫിയൊക്കെ ആരും തെറ്റിപ്പോവാതെ വിളിച്ചുകൊണ്ട് പോണേ. പല ട്രോഫികളും ഇവിടെ ഓടി നടക്കുന്നുണ്ട്. അവിടെ നിന്നോ മോള കുറച്ചുകൂടി ഒരു ചേട്ടനോ ആര് വരും? ഒരാൾ കുനിഞ്ഞു പോകുന്നു. വാ എണീക്കൂ. ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ വിചാരിക്കും മസിൽ പിടിച്ചിരിക്കുന്നതാണ്. നല്ല അവര് കൈയടിക്കാനൊക്കെ മറക്കുന്നതല്ല. നല്ല സൗണ്ടിന്റെ 10,000 ലക്ഷം വാട്സിന്റെ ഒക്കെ ശബ്ദം കേട്ടിട്ട് ഒന്നും അറിയാതിരിക്കുന്നതാണ് അവർക്ക്. അതുകൊണ്ടാണ് പാവം. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടതൊന്നുമല്ല. വരും. കുനിഞ്ഞിരിക്കരുത് അണ്ണാ. എനിക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. എനിക്ക് ഇതൊരു അവസരമാണ്. ഇല്ലെങ്കിൽ ഞാൻ മേളിൽ നിന്ന് വിളിക്കും. നിങ്ങൾ ആരെങ്കിലും വാ. അവിടെ നാണം. നല്ലൊരു കൈയടി കൊടുത്തേ. ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് എന്നെ കൊല്ലാനാ വരുന്നത്. എല്ലാം ഊരിക്കളഞ്ഞു. അന്നാ ഇത് വേറൊന്നുമല്ല, ഞാൻ സുരാജാണ്. കൈയടി കൊടുക്കൂ. ഷർട്ട് ഊരിക്കളഞ്ഞിട്ട് വന്ന ആളാണ്. കുഴപ്പമില്ല. ഇതൊക്കെ എടുത്ത് താഴെ ഇടും. എന്താ പേര്? സുനിൽകുമാർ. എവിടെയാ നാട്ടില്? കിളിമാനൂര്. നാട്ടുകാരനാണ്, ചുമ്മാ അല്ല. ശരി, ഞാൻ പറയുന്നത് സ്പീഡില് 5 തവണ പറയണം. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ. സ്പീഡില് നിർത്തരുത്. കയ്യടിയുണ്ട്. നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൂ. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇത് ആര് തത്തയൊന്നുമല്ല, ശരിക്കും ഒന്നങ്ങോട്ട് പറഞ്ഞേ. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. തെറ്റട്ടെ, അതല്ലേ? നല്ല ക്ലാപ്പ് കൊടുക്കുക. സ്പീഡിൽ പറ. പറ്റണം. നമുക്കൊന്നിരിക്കലും പറ്റില്ല എന്ന് പറയരുത്. തന്നെ ട്രൈ.
ട്രൈ. ഇല്ല. പറ്റൂല, അണ്ണന് പറ്റൂല. മറ്റേ അണ്ണൻ ഒളിച്ചോടിയാ. നിറഞ്ഞ കൈയടി കൊടുത്ത പറ്റൂല. അങ്ങനെ അണ്ണാ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ അതിനെ നേരിടണം, എന്നാലേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഇതെന്താ നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു പോയത്? അയ്യോ, എന്താ പേര്? നജീമുദ്ദീൻ. എവിടെയാ സ്ഥലം? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ. തൃശ്ശൂർ. എത്ര വർഷമായി ഇവിടെ? 25 വർഷമായി. 25 വർഷമായി. ഈ കൈയടി മതിയോ? 25 വർഷമായിട്ട് ഇപ്പോഴും അല്ലേ? കുടുംബമൊക്കെ ഇവിടെയാണോ? ഇപ്പൊ നാട്ടിലാണ്. ഇപ്പൊ നാട്ടിലാണ്. ഇവിടെ ഉണ്ടായിരുന്നു. ശരി, ഇത് വളരെ നിസ്സാരമാണ്, അറിയാലോ. ഇത് ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ തഞ്ചയിൽ തയ്ച്ച. എവിടെ തയ്ച്ചത്? ഒന്നുകൂടെ സ്പീഡിൽ പറയണേ. റെഡി? ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ തഞ്ചയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. സൂപ്പർ. ഈ കൈയടി മതിയോ? അപ്പോ മമ്മൂക്ക, ലാലേട്ടൻ അവരുടെ റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ എന്താണെന്ന് അറിയണ്ടേ? അണ്ണൻ ചോദിക്കുക, സമയം എത്രയായി? ഒരു മൈക്ക് കൂടെ തരുമോ? ഒരു മൈക്ക്. ഞാൻ നടന്നു വരുമ്പോ ശരിക്കും മമ്മൂക്ക ഇതാണ് കേട്ടോ. ശരിക്കും മമ്മൂക്ക ഞാനിപ്പോ ചെയ്യാൻ പോകുന്നതാണ്. വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും ആർട്ടിസ്റ്റ് എന്ന നില അങ്ങേറ്റേക്ക് ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളല്ലോ. ഒരു മൈക്ക് കിട്ടിയ ഓക്കെ. ഇദ്ദേഹം ഇപ്പൊ ലൊക്കേഷനിൽ നിൽക്കുകയാണ്. ഞാൻ റിയൽ മമ്മൂക്കയാണെന്ന് വിചാരിച്ചോളൂ. ലൊക്കേഷനിൽ നടന്നു വരുമ്പോ ഒരാൾ എന്നോട് സമയം എത്രയായി എന്ന് മാത്രം ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ പറയണം. ഏതാണെന്നുള്ളത്, മമ്മൂക്കയാണോ ലാലേട്ടനാണോ ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. സമയം എത്രയായി എന്ന് ചോദിക്കണം. ഞാൻ വരുമ്പോ അത്ര മാത്രം മതി. മമ്മൂക്ക സമയം എത്രയായി? മമ്മൂക്ക സമയം എത്രയായി? എന്റെ വീട് എവിടെ? ഇവിടെ അടുത്ത് തന്നെയാണ്. എന്ത് ചെയ്യുന്നു? സ്വന്തം ഡോക്ടറാണ്. പാചകം കേട്ടു. 11:10. താങ്ക് യു. ഇതാണ് റിയൽ മമ്മൂക്ക. ഓക്കെ അല്ലേ? ഇനി ലാലേട്ടൻ. ശരിക്കും ലാലേട്ടൻ എന്താണെന്ന് നിങ്ങൾ കണ്ടോളൂ. ഇതേ ചോദ്യം ചോദിക്കണം. ഇതാണോ പെണ്ണോ ആരും ആയിക്കോട്ടെ. ഇത് പെണ്ണാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ആണാന്ന് വെച്ചോളൂ. ചോദിച്ചോ. ലാലേട്ടനാണ് ലൊക്കേഷനിൽ. ലാലേട്ട സമയം എത്രയായി? എന്താ പറഞ്ഞേ? സമയം എത്രയായി? സമയം അറിഞ്ഞിട്ട് എന്താ പരിപാടി? അല്ല, പ്രശ്നമൊന്നുമില്ല. എന്ത് പരിപാടി ആയാലും ചേട്ടനെ കൂടെ വിളിക്കണം. സിനിമക്ക് പോവാം. നിന്റെ സമയമാകുമ്പോ ഞാൻ പറയാം. താങ്ക് യു. ഇതിൽ ആരാ സമയം പറഞ്ഞത്? മമ്മൂക്ക. സമയം പറയാത്തത് ആരാ? നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെട്ടത്? ആരാ? ആരാ? ഇത്രേ ഉള്ളൂ. ഈ ചേട്ടന് നല്ലൊരു കൈയടി കൊടുത്തേ. അല്ല, നമ്മൾ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും റിയൽ ലൈഫ് കണ്ടു. സുരാജേട്ടന്റെ റിയൽ ലൈഫ് കണ്ടു. ഞാന് ഇത് സൈഡിൽ അതൊക്കെ ഓക്കെ തന്നെ. ഇത് പറഞ്ഞാൽ മതി. നിങ്ങളുടെ റിയൽ ലൈഫ് കാണാനാണ് ഇവിടെ എല്ലാരും കാണണ്ടേ? കാണണ്ടേ? ഞാൻ നേരത്തെ അണ്ണൻ പറഞ്ഞ പെണ്ണോ ആണോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. ഇതിപ്പോ ഞാൻ പെണ്ണ്. സുരാജ് ഏട്ടന്റെ റിയൽ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. സമയം എത്രയായി? എനിക്കറിയാം നിനക്ക് വാച്ചില്ലെന്ന്. താങ്ക് യു കേട്ടോ. താങ്ക് യു. സൂപ്പർ. ലവ് യു. നല്ല കൈയടി കൊടുത്തേ. നമുക്കറിയാം, എപ്പോഴും നമ്മുടെ കേരളത്തില് എന്ത് വാർത്തയുണ്ടെങ്കിലും ആദ്യം അറിയുന്നത്
കേരളത്തിലുള്ള ആൾക്കാരല്ല, വിദേശം. താങ്ക് യു വെരി മച്ച്. ഇനി പേടിക്കണ്ട കേട്ടോ, 2050 നമ്മൾ എല്ലാവരും കാണും. 2050 ഞാൻ വന്നിട്ട് 2100 ഒരു വാർത്ത അവതരിപ്പിക്കും കേട്ടോ. താങ്ക് യു. അതുപോലെ തന്നെ വാം ഹോം ഇവന്റ്സിൽ നിന്നും മിസ്റ്റർ ഫസൽ മൻസൂർ, കോക്ടെയിൽ ഫാമിലിയിൽ നിന്നും ശ്രീ സമീർ, മിസ്റ്റർ റഹ്മാൻ, SP ഇവന്റ്സിൽ നിന്നും മിസ്റ്റർ സുധീഷ്, and guest for the day, Oman Film and Theatre Society President Dr. Umain bin Zayed Rashid Al Amri. Sponsors, I would like to welcome Amani TVR Group Chairman TV Rajan, Khatar MD Mr. Rajesh Rajan, Oman MD Mr. Ratish Rajan. Adodopum, I would like to welcome C Pearl Jewelry Oman GM Mr. Riyaz, Skyrays Global Travel and Tourism MD Mr. Mohammed Rasul. Adodopum, I would like to welcome Lulu Exchange Oman GM Mr. Latish Vijitran, Print Waves MD Mr. Mohsin, and the star for the day, നിറഞ്ഞ കയ്യടിയോടുകൂടി അഭിമാന നിമിഷം നമ്മുടെ സ്വന്തം സുരാജേട്ടൻ, the national award winner, national award നിറവിൽ സുരാജേട്ടനെ ആദരിക്കുന്ന ചടങ്ങാണ് from our team. അദ്ദേഹത്തിനുള്ള സ്നേഹ ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല. ഒരുപാട് സന്തോഷമാണ്. ഒന്ന്, ഇത്രയും സമയമായിട്ട് നിങ്ങൾ എല്ലാവരും പോകാതെ തന്നെ ഇവിടെ ഇരുന്ന് ഈ പരിപാടി ഇത്രയും ഗംഭീരമായിട്ട് ആസ്വദിച്ചു. നിങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം ഇപ്പോ ഇത്രയും കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുപ്പിലിരിക്കുകയാണ്. ലവ് യു. പിന്നെ ഇദ്ദേഹം ഈ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒമാന്റെ നമ്മുടെ ഫിലിമിന് ഇവിടുത്തെ ഹെഡാണ്. അതെ, ഫിലിം സൊസൈറ്റിയുടെ ഹെഡാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ പുരസ്കാരം വാങ്ങാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു, എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you so much, the entire team, for this love. Thanks a lot. All of you, please. സുരാജേട്ടൻ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം. കോക്ടെയിൽ ഫാമിലി ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം. ശരിക്കും കോക്ടെയിൽ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഇനി സുരാജേട്ടനുള്ള ഒരു മൊമെന്റും കൂടി ഉണ്ട്. ഒമാന്റെ സ്നേഹം അവിടെ തീരുന്നില്ല. ആദ്യം the entire sponsors, ഇനി കോക്ടെയിൽ ഫാമിലിയുടെ ഒരു സ്പെഷ്യൽ ആദരവാണ് from the team കോക്ടെയിൽ ഫാമിലി. നാഷണൽ അവാർഡിന്റെ നിറവിൽ നിൽക്കുമ്പോൾ കോക്ടെയിൽ ഫാമിലി ശരിക്കും ഈ ഇവന്റിന് വേണ്ടിയിട്ട് ഒരുപാട് യെസ്, കോക്ടെയിൽ ഫാമിലി എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സും കൂടെ വന്നാലേ ഈ കോളം തികയുള്ളൂ. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ എൻറ്റയർ ഫാമിലി ഓൺ സ്റ്റേജ്. കോക്ടെയിൽ ഫാമിലിയുടെ ഫാമിലി മെമ്പേഴ്സ് പ്ലീസ് കം ഫോർവേഡ്. നല്ല സ്മാർട്ട് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈബിംഗ് ആയിട്ടുള്ള ഫാമിലിയാണ് കോക്ടെയിൽ ഫാമിലി. സോ ഓൾ ഓഫ് യു പ്ലീസ് കം ഫോർവേഡ്. കാരണം ഈ കോക്ടെയിൽ ഫാമിലി ആവണമെങ്കിൽ നിങ്ങളും കൂടെ എത്തണം. സുരാജേട്ടനുള്ള സ്നേഹ ആദരവാണ് ഫ്രം കോക്ടെയിൽ ഫാമിലി. കോക്ടെയിൽ ഫാമിലിയുടെ ബീവിമാരെല്ലാവരും നമ്മുടെ തിയേറ്ററിൽ സുരാജേട്ടനോടൊപ്പം വേദി പങ്കിടുകയാണ്. ഇത്തിരി ഒന്ന് നിങ്ങൾ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് എ സ്പോട്ട് ലൈറ്റ്. യെസ് പ്ലീസ്, ഇത്തിരി ബാക്കിലേക്ക് നിൽക്കാമോ പ്ലീസ്? യെസ്. ഒന്ന് ഇറങ്ങി നിൽക്കാമോ? ഒരു യു ഷേപ്പ് ഓർ സംതിങ്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഫ്രെയിമിൽ പെടില്ല. കോക്ടെയിൽ ഫാമിലി ഇനിയും വലുതാവട്ടെ എന്നാണ് കേട്ടോ നമ്മുടെ ആഗ്രഹം. അവരുടെ സ്നേഹം പോലെ തന്നെ, കൂട്ടായ്മ പോലെ തന്നെ ഇത്തരത്തിലുള്ള ഇനീഷ്യേഷൻസ് ഇനിയും കോക്ടെയിൽ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. സുരാജേട്ടാ, നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് അതിൽ അഭിമാനിക്കാം. എന്ത് പറഞ്ഞു? കോക്ടെയിൽ ഫാമിലി, ശരിക്കും കോക്ടെയിൽ ഫാമിലി എന്ന് കേട്ടപ്പോ ഞാൻ ആദ്യം ഒന്ന് തെറ്റിദ്ധരിച്ചു. പിന്നെയാണ് മനസ്സിലായി നമ്മള് കോക്ടെയിൽ. പക്ഷെ
സൂപ്പർ. ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവര് ഓരോ പരിപാടികൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറച്ച് കോക്ടെയിൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കണ്ണൂർ, കേരളത്തിന്റെ പല ജില്ലകളിലുള്ള ആൾക്കാരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഇനിയും ഇത് ഇത്രയല്ലേ ചെയ്തുള്ളൂ, ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒമാനിൽ ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം നമ്മുടെ കേരളത്തെയും മറക്കാതെ അവിടെയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ കരുത്തും ദൈവം നിങ്ങൾക്ക് തരട്ടെ. പടച്ചോ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. Thank you so much. A great reward from the team Cocktail family to നമ്മുടെ സ്വന്തം സുരാജ് ഏട്ടൻ. എനിക്കൊരു കയ്യടിതാണ്, ഇത് വാങ്ങിയാണ് ഞാൻ. കോക്ടെയിൽ ഫാമിലി നാഷണൽ അവാർഡിന്റെ നിറവിൽ നിൽക്കുന്ന സുരാജ് ഏട്ടനുള്ള ഒരു സ്നേഹോപഹാരമാണ് നമ്മുടെ കോക്ടെയിൽ ഫാമിലി നൽകിയത്. Once again, a big round of applause to actor, the national award title winner, Suraj Venyaramood. Thank you so much. സുരാജ് ഏട്ടാ ഒന്ന് stay back here. And cocktail family, thank you so much. നൂഡിൽസ് സുരാജ് ഏട്ടാ ഒന്ന് stay back here കേട്ടോ. ഓളും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യട്ടെ. എന്താ പേര്? ഇന്റർനാഷണൽ എന്തോ വാക്കപ്പറയി. ഇമ്ര സേമിയ സിമ്മ. നിന്റെ പ്ലാനെല്ലാം പൊളിഞ്ഞത്. ഈ മാറിയിട്ട് ഇങ്ങോട്ട്. മോള് പാടുവോ? ഒരു പാട്ട് പാടിക്കേ. റെഡി? പാടും, എനിക്കറിയാം. ഈ നൂഡിൽസിന് നല്ലൊരു കൈയടി കൊടുത്തേ. Ready? 1, 2, 3. പാടിക്കും, പാടും, മോള് പാടും, പാടിക്കും. Twinkle, twinkle, little star. വേണ്ടേ? എന്താ അഭിനോട് വിചാരിച്ചതേട്ടാ? കുട്ടികളൊന്ന് ഒന്ന് ഒന്ന് തിരിഞ്ഞു നിൽക്കാമോ? മക്കളെ അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഓള് പാടും, നല്ല പാട്ടുകാരിയാ. ബാക്കിൽ നിന്ന് ഭയങ്കര പാട്ടായിരുന്നു. പാടും. ഇത്തിരി സൈഡിലേക്ക് പാട്ട് കാണില്ല. ഹലോ ഈ കൈയടി മതിയോ? നിറഞ്ഞൊരു കൈയടി കൊടുത്തേ മോൾക്ക്. ശരിക്കും ഒമാനിലെ ഒരു മണൽത്തരി എന്ന് പറയുന്ന പോലെ എല്ലാവരും അത്രയും ടാലന്റഡാ. ഇനി ഇവിടെ പാട്ട് മത്സരം കേട്ടോ. ഗാവിലെ പാട്ട് മത്സരമല്ല, ഇനിയിപ്പോ ഇവിടെ മസ്കറ്റിലെ പാട്ട് മത്സരമായിരിക്കും. ചേട്ടാ അടുത്ത റിക്വസ്റ്റ് എന്താ? എല്ലാവരും പോലും അല്ലേ? നമുക്ക് അത്തള ബാക്ക് സ്റ്റേജിൽ കളിച്ചാ പോരെ? അതല്ല മോള് പറഞ്ഞാട്ടോ. എന്താ? ഓളുടെ ചേച്ചിയാണ്. ഞാനും പാടും. എനിക്കും കൂടെ താ മൈക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ പോവൂല, ഇവിടുന്ന് പോവൂല. അവരത് കുടുംബപരമായിട്ട് ഏറ്റെടുക്കുന്നു തോന്നുന്നു. ഓക്കെ. ഒരു കാറ്റ് മൂളണ്, ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്ന കഥ ചൊല്ലണ്, എന്റെ കാറ്റ് ചോലക്കി കനവാകും കടൽ നീക്കി കര കാണാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എന്റെ ഊഞ്ഞാലിക്കിളി. ഓ മൈ ഗോഡ്, കുട്ടിയുടെ പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ട്. മോള് ഭയങ്കര ടാലന്റഡ് ആണ്. ഗുഡ് ജോബ്. ഓക്കെ, രണ്ടുപേരും അല്ലേ? സൂപ്പർ. ഞാനും വന്നു, ഞങ്ങൾ വന്നു. ഓക്കെ, ഓള് മലയാളം, ഓള് ഹിന്ദി. താങ്ക് യു സോ മച്ച് സുരാജ് ഏട്ടാ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. താങ്ക് യു ലക്ഷ്മി, താങ്ക് യു. ഈ എനർജി ലക്ഷ്മി ഒരു രക്ഷയില്ല. ചേട്ടനെ എന്റെ ഗുരു.
പണ്ട് മ്യൂസിക് അവാർഡ്സ് ചെയ്തപ്പോ എനിക്ക് നല്ല ഓർമ്മയാണ്. താങ്ക് യു സോ മച്ച് ഏട്ടാ. താങ്ക്സ് ലോട്ട്. ഒരു വലിയ കൈഡി. യെസ്. താങ്ക് യു വെരി മച്ച്. ലവ്. Call me a